നമസ്കാരം. ഇപ്പോൾ ഒന്ന് സിദ്ധ ജൈനക്കോളജി, സിദ്ധവൈദ്യം എന്ന് പറയുന്നത് അഗസ്ത്യരിൽ തുടങ്ങി പല 18 സിദ്ധന്മാരും അങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേമാതിരി ശ്രീലങ്കയിൽ രാവണൻ സിദ്ധവൈദ്യം എഴുതിയിട്ട് അതിൽ പ്രത്യേകിച്ച് ജൈനക്കോളജി കുറിച്ച് വലിയ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. രാവണൻ അതും തമിഴിലാണുള്ളത്. അപ്പോൾ ഈ സിദ്ധവൈദ്യം എന്ന് പറയുന്നത് അഗസ്ത്യരിലും രാവണൻ്റെ പീരീഡിലും തുടങ്ങി അത് വന്ന് കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലും ജഫ്നയിലും മാത്രമാണ് ഇപ്പോൾ പ്രാക്ടീസിലിരിക്കുന്നത്. ഒറിജിനൽ ഗ്രന്ഥങ്ങൾ, സിദ്ധവൈദ്യ ഗ്രന്ഥങ്ങൾ ഇരിക്കുന്നത് ജഫ്നയിൽ അവർ ഡിഗ്രി പഠിപ്പിക്കുന്നുണ്ട്, ജഫ്ന യൂണിവേഴ്സിറ്റിയിൽ. അതേമാതിരി തമിഴ്നാട്ടിലും സിദ്ധ ഇതൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒന്ന് കേരളത്തിൽ ഒരു സ്ഥലത്ത് സിദ്ധ വൈദ്യം BSMS എന്നൊരു കോഴ്സ് നടത്തുകയാണ്. പക്ഷേ ഇത് തമിഴ്നാട്ടിലാണ് ഫേമസ്. ഇതിനെ എഴുതിയതൊക്കെ 18 സിദ്ധന്മാരാണ്. ആ സിദ്ധന്മാർ എഴുതിയ പല ഗ്രന്ഥങ്ങളിൽ ഈ ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റിയെ കുറിച്ച് പറയുന്നുണ്ട്, അതിനുള്ള ട്രീറ്റ്മെൻറ്റും പറയുന്നുണ്ട്. അതാണ് ഇപ്പോൾ ഒരു നാലെഡ്ജ് അറിയാൻ വേണ്ടിയാണ് പറയുന്നത്. അത് മാത്രമല്ല, ഇതിൽ പറയുന്ന മരുന്നുകളൊക്കെ ഓൺലി ഫുഡ് സപ്ലിമെൻറ്റ്സ്, ഇതിൽ വേറെ ഏതും വ്യത്യാസമായിട്ടുള്ളതൊന്നുമില്ല, സേഫ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാവർക്കും പ്രയോജനപ്പെടും. മലയാളത്തിൽ സിദ്ധ അധികം ഇല്ല. അതൊക്കെ സിദ്ധവൈദ്യം പൂവാറിലും കോവളത്തിലും കുറച്ച് സിദ്ധവൈദ്യന്മാരുണ്ട്. അവർ സിദ്ധവൈദ്യന്മാർക്ക് സെപ്പറേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയും വെച്ചിട്ടുണ്ട്. അത് കാരണം എന്ന് വെച്ചാൽ കളിയൊക്കെയുള്ള ബാർഡറിൻ്റെ ശേഷം അതിൽ നിന്ന് ഉള്ള പ്രൊജക്ഷനാണ്. മറ്റു സ്ഥലങ്ങളിൽ യഥാർത്ഥത്തിലുള്ള സിദ്ധ ഇല്ല, വേർഡുകൾ യൂസ് ചെയ്യുന്നതല്ല ഇല്ല. അപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പോൾ ഈ ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റിയെക്കുറിച്ച് പറയുന്നത് അതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ 10 വിധമായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റിയെ സിദ്ധ ടെക്സ്റ്റിൽ, സിദ്ധ ലിറ്ററേച്ചറിൽ 10 വിധമായി ക്ലാസിഫൈ ചെയ്യുന്നു. വാദമലട്, പിത്തമലട്, അടുത്തത് കവമലട്, അത് തിമിർ മലട്, അലഹൈ മലട്, അടുത്തത് പെറ്റ മലട്, ഉദിരമലട്, പുഴുമലട്, വായുമലട്, വരൾച്ചി മലട്. ഇങ്ങനെ 10 വിധമായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. ഇത്തരത്തിലും ഡീറ്റെയിൽഡ് ക്ലാസിഫിക്കേഷൻ വേറെ ഏത് വൈദ്യത്തിലും ഇല്ല. എല്ലാം വെരി സയൻറ്റിഫിക്. ഇപ്പോൾ ഉള്ള സയൻസിന് അത് മാച്ചായി പോകുന്ന ഒരു 10 വിധ ക്ലാസിഫിക്കേഷനാണ് ഇരിക്കുന്നത്. ഈ 10 വിധ ക്ലാസിഫിക്കേഷനിൽ ഉള്ളത് അത് വന്ന് ഇൻഫെർട്ടിലിറ്റിയെ മാറ്റാനുള്ള മരുന്നുകളും അതെല്ലാം ടാണിക്ക് തന്നെ, നല്ല വേറെ ഇതൊന്നുമില്ല, സൈഡ് എഫക്റ്റ് ഒന്നുമില്ല. ഇപ്പോൾ ഹോം മെയ്ഡ് റെമഡി ഈസിയാവുള്ള വീട്ടിൽ തന്നെ ചെയ്യാമെന്നുള്ള ഇതുകൾ നോക്കുകയാണെങ്കിൽ കളർച്ചിക്കായ്, അടുത്തത് വന്ന് പെപ്പർ, അടുത്തത് വെള്ളുള്ളി, ഈ 3 എടുത്ത് കഷായമായിട്ട് ഒരു 10 ദിവസം 20 ദിവസം കുടിച്ചാൽ ഈ മലൽ മാറുമെന്നുള്ള ഒരു ഹോം മെയ്ഡ് റെമഡി. ഇതുപോലെ ഒരുപാട് മരുന്നുകൾ, സിദ്ധ മരുന്നുകൾ പറയുന്നുണ്ട്. ആ സിദ്ധ മരുന്നുകളിൽ ചില ഇത് ഒന്ന് പറഞ്ഞാൽ ചൂടാമണി നെയ് ഈസിയാവുള്ള മരുന്നാണ്. ഒരുപാട് മരുന്നുകൾ പറയുന്നുണ്ട്. എന്നിട്ട് ചൂടാമണി നെയ് അതിൽ വന്നതെന്ന് വെച്ചാൽ വെള്ളപ്പൂണ്ട്, ചിറ്റാമുട്ടി വേരെന്ന് പറഞ്ഞാൽ സിഡ കാർഡിഫോലിയ, അതിൻ്റെ ഇത് ബൊട്ടാണിക്കൽ നെയ്യം. അടുത്തത് തൂതുവള, എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, തൂതുവള. അടുത്തത് നൊച്ചിയിൽ കരുനൊച്ചിയുണ്ട്, അതാണ് സാധാരണ ഫേമസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതിൽ വെണ്ണൊച്ചിയും ചില മരുന്നിന് യൂസ് ആകും. ഈ നെയ്യ് ഉണ്ടാക്കാൻ വെള്ളനൊച്ചി, കറുപ്പ് നൊച്ചി തന്നെ വേണമെന്നത്, വെള്ളനൊച്ചിയാണ് ഇതിൽ മെയിനായിട്ട് വരുന്നത്. അടുത്തത് വന്ന് കണ്ടംകത്തിരിയുടെ വേര്, അതായത് ചില മരുന്നുകളിലെ പൂ മരുന്നായിരിക്കും, ചിലത് ഇലയായിരിക്കും, ചിലതിന് വേർപാകം, ചിലതിന് സമൂലം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആൾ പാർട്സ് ഓഫ് ദി പ്ലാന്റ് എന്ന് വെച്ചാൽ അതിൻ്റെ പേര് സമൂലം. ഇവിടെ വന്ന് കണ്ടംകത്തിരിയുടെ വേരാണ്. അടുത്തത് ചെറു വഴുതുണൈ വേര്, അത് ഒരു റൂട്ട്. അടുത്തത് പുങ്കംപട്ടൈ വേര്, പുങ്കമരം എന്നൊന്നുണ്ട്. പുങ്കമരം എന്ന് പറഞ്ഞാൽ അത്
ഇപ്പോൾ മരത്തെ കാണാൻ പാടായിരിക്കും. ആ മരത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ ഒരു ഡാമേജ് അതിൽ നിന്ന് പശയായിട്ട് വന്നുകൊണ്ടേയിരിക്കും. അതിനടുത്ത് ആക്ച്വലി പശയായിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ വന്ന് ബൈൻഡിങ് ഇതൊക്കെ ഞങ്ങൾ ചെറിയ ഇതിലെടുത്ത് തടവി വെട്ടിയാൽ നല്ല സ്ട്രോങ് ആവട്ടെ. അതിൻ്റെ പേര് പുങ്കമരം. അതിൻ്റെ വേര്, അത് നൊച്ചിയുടെ വേര്. അടുത്തത് മുരിങ്ങപ്പെട്ട വേര്. മുരിങ്ങപ്പെട്ട എന്ന് വെച്ചാൽ മുരിങ്ങ, അതായത് മുരിങ്ങ എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ മുരിങ്ങക്കായ ഉണ്ടല്ലോ, ഈ ആ മരത്തിൻ്റെ പട്ട, പൂ, വേർ എല്ലാമേ മരുന്നാണ്. ഇവിടെ വന്ന് വേരാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഇതൊക്കെ എടുത്തിട്ട് പിന്നെ വന്ന് വയമ്പ്, ജീരകം, ഓമം എന്ന് പറഞ്ഞാൽ ഓമം, അയമോദകം എന്ന് പറയും മലയാളത്തിൽ. അടുത്ത് കൊടുവേലി വേര്, കടുക്കായ് തോല്, ശിവത, ആട് തീണ്ടാപ്പാള, ഇത്രയും ചേർത്ത് ഇതിൻ്റെ കൂടെ ആവശ്യമുള്ള നെയ്യ്. ഇത് വന്ന് എത്ര ക്വാണ്ടിറ്റി നമ്മൾ എടുക്കുന്നത്, ഇപ്പോൾ 5 ഗ്രാം എടുക്കാം, അല്ലെങ്കിൽ 10 ഗ്രാം എടുക്കാം. അപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി ഏറ്റവർ നെയ്യ്, പിന്നെ ഇതിന് വന്ന് തേന്, അതിനുള്ള നാട്ടു ചക്കര, ഇതിനെ യൂസ് ചെയ്ത് ഇത് ഈ നെയ്യ് ഉണ്ടാക്കി യൂസ് ചെയ്താൽ അത് എല്ലാവിധ ഈ 10 വിധ മലടിനും ഉള്ള കോമണായിട്ടുള്ള ഒരു മരുന്നാണ്. ഇല്ല ഒന്നിനും തനിത്തനിയായിട്ട് മരുന്നുമുണ്ട്. അതിന് വന്ന് ഡീറ്റെയിലായുള്ളതുണ്ട്. പക്ഷേ ഇത് പൊതുവായിട്ട് എല്ലാവർക്കും ഈസിയായിട്ട് വീട്ടിൽ മരുന്ന് തയ്യാറിച്ച് അവർ കുടിക്കുന്ന ഒരു ഇതിനുള്ള ഇതാണ് പറയുന്നത്. ഇതൊക്കെ സിദ്ധന്മാരുടെ റെക്കോർഡിലുള്ളതാണ്. അതിനടുത്ത് കുമ്മട്ടി കുളമ്പ്. കുമ്മട്ടിക്കായ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ ഒരു കായ, അത് കാട്ടുപകുതിയിലൊക്കെ ഇരിക്കും. അപ്പോൾ എന്തെന്ന് വെച്ചാൽ അതിൽ വന്ന് കുമ്മട്ടി, അതിൻ്റെ ചാറ് 750 ml, അതിൻ്റെ കൂടെ നേർവാളം 30 ഗ്രാം. അടുത്തത് ചുക്ക് 60 ഗ്രാം. പൊരിഹാരം. അടുത്തത് വന്ന് വെടിയുപ്പ്, തിപ്പിലി, ഓമം, ജാതിലിംഗം, ശതകുപ്പ, കരിഞ്ചീരകം. ഇതൊക്കെ പൗഡർ ചെയ്യണം. ഇതൊക്കെ പൗഡർ ചെയ്ത് വെച്ചിട്ട് പിന്നെ ജാഗറി, പിന്നെ നാട്ടുചക്കര ഉരുക്കി അതിൽ ഇതൊക്കെ ഇട്ട് കിളറി എടുക്കുമ്പോൾ അത് അടിയിൽ പിടിക്കുന്ന സ്റ്റേജ് വരുമ്പോൾ നെയ്യ് ഒളിച്ച് കിട്ടിക്കൊണ്ടേയിരിക്കണം. ലാസ്റ്റ് സ്റ്റേജിൽ കുറച്ച് തേനും ഇട്ട് ഇറക്കി വെക്കണം. ഇറക്കി വെച്ചാൽ ഇതിനെ യൂസ് ചെയ്യാം. ഇത് മാക്സിമം ഒരു നെല്ലിക്കയുടെ അളവാണ്. അതിൻ്റെ പകുതി വേണമെങ്കിൽ യൂസ് ചെയ്യാം. കാലത്തും വൈകുന്നേരവും യൂസ് ചെയ്യാം. ഇതൊക്കെ ആക്ച്വലി ഫുഡ് സപ്ലിമെൻറ്റ്സ്, റിച്ച് ന്യൂട്രിയൻസ് ഒക്കെ ഉള്ള ഒരു മരുന്നാണ്. ഇതിന് സൈഡ് എഫക്റ്റ് ഒന്നുമില്ല. ഇത് സിദ്ധന്മാർ സിദ്ധ അഗസ്ത്യർ, തേരയർ, പുലിപ്പാണി, ബോഹർ, യോഗിമുനി ഇവരൊക്കെയാണ് ഈ ഗർഭത്തിന് സംബന്ധപ്പെട്ട കൂടുതൽ ബുക്കുകൾ എഴുതി വെച്ചിട്ടുണ്ട്. അതിലുള്ള ഇത് ഡീറ്റെയിൽസാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോൾ സൈഡ് എഫക്റ്റ് ഇല്ല. ഇത് ഒന്ന് ജനറലായിട്ട് എല്ലാവർക്കും യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്ര ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റിയെക്കുറിച്ച് ഇത്ര ഡീറ്റെയിൽസ് ഉണ്ട്. അതിനുള്ള മരുന്നുകളും സിദ്ധവൈദ്യത്തിലുണ്ട്. ഈ സിദ്ധവൈദ്യം എന്ന് പറയുന്നത് ഓൺലി തമിഴിലാണ് ഇരിക്കുന്നത്. മലയാളത്തിൽ ഇനിയും ശരിക്കും വന്നിട്ടില്ല. സിദ്ധ റിസർച്ച് സെൻറ്റർ ട്രിവാൻഡ്രത്ത് തുടങ്ങിയിട്ടുണ്ട്. എന്നാലും അതിന് വന്ന് ഇന്നും ഫെമിലിയർ ആയിട്ടില്ല. അതിന് ഗവൺമെൻറ് സ്റ്റെപ്പ് എടുക്കണം. കേരളത്തിൽ ആയുർവേദത്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സിദ്ധയിലുള്ള റെക്കോർഡുകൾ മലയാളത്തിൽ ഇല്ല. അതാണ് തമിഴിൽ നിന്ന് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിലും ട്രാൻസ്ലേറ്റ് ചെയ്താൽ ഇത് വെരി പവർഫുൾ മെഡിസിൻസ്. ഇതിൻ്റെ ട്രഡീഷൻ വെരി ഓൾഡ് ഏജ്. ലെമൂറിയ കോണ്ടിനെൻറ്റിൽ നിന്ന് മുതലേ ഇരുന്നതാണ്. ഇപ്പോൾ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലും ജഫ്നയിലും ഇരിക്കുന്നു. ഇതിൻ്റെ ഗ്രന്ഥങ്ങളൊക്കെ അവിടെ ഉണ്ട്. അത് വന്ന് കേരള ഗവൺമെൻറ് ട്രാൻസ്ലേഷനൊക്കെ ചെയ്ത് പയൻപാട്ട് കൊണ്ടുവന്ന് സിദ്ധ റിസർച്ച് യൂണിറ്റ് ഇപ്പോൾ പല സ്ഥലങ്ങളിലുണ്ട്. മെഡ്രാസിലും താമ്പരത്തിലുമുണ്ട് സെൻട്രൽ ഗവൺമെൻറ് റിസർച്ച് സെൻറ്റർ, ബാംഗ്ലൂരിലുണ്ട്, ട്രിവാൻഡ്രത്തും തുടങ്ങിയിട്ടുണ്ട് ആയുർവേദ കോളേജിൻ്റെ ബാക്കിൽ. ഇതിലൊക്കെ ഒരു ലിങ്ക് വെച്ച് അതിൽ பயன்படுത്തിയാൽ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. ആവശ്യമുള്ളവർ ഗൈഡൻസിന് വേണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.